ഗ്ലോബൽ വില്ലേജിൽ കാണാൻ പോകുന്നത് യമൻ പവലിയനിലെ കാഴ്ചകളാണ്. അപ്പോൾ യമൻ പവലിയൻ എന്ന് പറയുന്നത് ഹണികളുടെ ഒരു ലോകമാണ്. അപ്പോൾ മറ്റുള്ള പവലിയനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഡ്രസ്സുകളുടെ ഷോപ്പുകൾ, അതുപോലെ തന്നെ അത്തറിൻ്റെ ഷോപ്പുകൾ, അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഹണികളുടെ ഷോപ്പുകളാണ് കൂടുതലും. അർജുൻ, how is it? ഞാനപ്പോ കുറച്ച് ഹണി കഴിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. ഹണി വിത്ത് റോയൽ ജെല്ലി. Thank you bro. Thank you. ലോകത്തിലെ ഏറ്റവും നല്ല ഫൈനസ്റ്റ് ഹണികൾ കിട്ടുന്ന ഒരു രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. ഈ സിദ്ര ഹണി, അതുപോലെ എൽബ് ഹണി, വൈറ്റ് ഹണി, സ്പ്രിംഗ് ഫ്ലവർ ഹണി, അങ്ങനെ ഒരുപാട് ഹണികളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എല്ലാതും നല്ല ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട്. യമൻ കൾച്ചറിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഈ ഹണി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഈ യമൻ തേനൊക്കെ കൈവശം വെക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ തന്നെ, അറബ് സംസ്കാരത്തിൻ്റെ സ്റ്റാറ്റസ് ആയിട്ടാണ് കേട്ടോ അവർ കാണുന്നത്. അതുപോലെ അവരുടെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ആദ്യം നൽകുന്നത് യമൻ ഹണി ആയിരിക്കും. അത് നൽകിയിട്ടായിരിക്കും നമ്മളെ സ്വീകരിക്കുന്നത് തന്നെ. അപ്പോൾ അത് അവരുടെ ഒരു ആദ്യ മര്യാദയാണ്, നമ്മുടെ അതിഥികളോട് കാണിക്കുന്ന ഒരു മര്യാദയായിട്ടാണ് അവരത് കാണുന്നത് തന്നെ. അപ്പം അത്രയധികം സ്ഥാനമുണ്ട് അവരുടെ കൾച്ചറിൽ ഈ ഹണി എന്ന് പറയുന്ന ഒരു സംഭവത്തിന്. പിന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മസാലകളുടെ ഷോപ്പുകൾ നമുക്കവിടെ കാണാൻ പറ്റും. മസാല മാത്രമല്ല, നട്ട്സും അതുപോലെ തന്നെ കുന്തിരിക്കം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് കിട്ടും. പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട്, അതും സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. കൂടുതലും എമിറാത്തി സ്റ്റൈലിലാണ് മാലകളും, അതുപോലെ തന്നെ റിങ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. റിങ്സിനൊക്കെ ഇവർ നല്ല രീതിയിൽ റേറ്റ് പറയും കേട്ടോ. അപ്പോൾ ആദ്യം 20 ദിർഹമാണ് അവർ ഒരു റിങ്ങിന് തന്നെ 20 ദിർഹമാണ് പറഞ്ഞത്. നമ്മൾ നല്ല രീതിയിൽ വില പേശി വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കുറവിന് കിട്ടും. അങ്ങനെ ലാസ്റ്റ് ഒരു 10 ദിർഹത്തിന് തന്നു. നമുക്ക് വേണമെങ്കിൽ 20 ദിർഹത്തിന് 3 എണ്ണമൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഞാൻ വേറൊരു ഷോപ്പിൽ പോയപ്പോൾ 20 ദിർഹത്തിന് 3 എണ്ണമായിട്ട് വാങ്ങി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവരുടെ അടുത്ത് വില പേശി വാങ്ങുന്നതിനനുസരിച്ചിരിക്കും. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാലകൾ എന്നൊക്കെ പറഞ്ഞാൽ കഴുത്തിങ്ങനെ നിറഞ്ഞു കിടക്കുന്ന മാലകളാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും യുണീക്ക് പീസസ് ആണ് അവിടെയുള്ള ഐറ്റംസൊക്കെ. അതുപോലെ തന്നെ നമ്മൾ പാദസരായാലും പിന്നെ നല്ല പേളിൻ്റെ മാലകൾ, കൈ ചെയിൻ, അങ്ങനെ എല്ലാതും ഉണ്ട്. ഇതിന്റെ മാച്ചാന്ന് പറയുന്നത് 20 ദിർഹം. ഇതെല്ലാം 20 ദിർഹമാണ് കേട്ടോ ഓരോന്നും. يمني روبي امرال بلوزه different 150 60 80 200 300 1000 different. ഞങ്ങളിവിടെ വന്നിട്ട് അങ്ങനെ എനിക്കും അർജുനും 2 റിങ് കിട്ടിയിട്ടാ. 10 ദിർഹം. അച്ഛന് വേണ്ട 20 ദിർഹമാണ് കേട്ടോ ഈ റിങ്ങിന് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് 10 ദിർഹത്തിന് തന്നു. അവിടെ നല്ല വെറൈറ്റി ഐറ്റംസ്. പിന്നെ നമുക്ക് അവിടെ ഇവരുടെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട കുറേ എത്നിക് കളക്ഷൻസ്, ക്രാഫ്റ്റ് ഐറ്റംസ്, കുറേ ലാംപ്സ് കണ്ടു കേട്ടോ. ലാംപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇതേ മോഡലുള്ള, അതായത് എത്നിക് കളക്ഷൻസിലുള്ള കുറേ ലാമ്പുകളും യുണീക്ക് പീസസാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ള കുറേ ഐറ്റംസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇവിടെ വെറൈറ്റി ടൈപ്സ് ആൻറ്റിക് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് നോക്കി അവരുടെ അവിടുത്തെ മോഡൽ ചെറിയ ചെറിയ വീടുകളും ബിൽഡിങ്സ് പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഇൻറ്റീരിയർ ഡെക്കോർ ചെയ്യാൻ ആവശ്യമുള്ള ഇഷ്ടം പോലെ സംഭവങ്ങൾ ഈ യമൻ പവലിയനിലുണ്ട് കേട്ടോ. ഗ്ലോബൽ വില്ലേജിൽ ഒരുവിധം പവലിയനിലൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ കുറച്ചും കൂടിയും എനിക്ക് നല്ലതായിട്ട് തോന്നി.
പിന്നെ ഇവിടെ ഇപ്പോൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ മൺപാത്രങ്ങളുണ്ട്, അതുപോലെ കരിങ്കല്ലുകൊണ്ടുള്ള പാത്രങ്ങളുണ്ട്, ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങളും ഉണ്ട്, അല്ലാതും ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഒരു ഷോ പീസായിട്ട് വെക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലതല്ലേ. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഷോപ്പ് എന്തായാലും അവിടെ ഉണ്ട്. പിന്നെ റേറ്റ് നോക്കുകയാണെങ്കിൽ റേറ്റ് എല്ലാത്തിനും കൂടുതൽ തന്നെയാണ്. നമ്മളിതുപോലെ വില പേശി വാങ്ങിയാൽ നമുക്ക് നല്ല ലാഭത്തിന് കിട്ടും. പിന്നെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്, അതും ഇൻറ്റീരിയർ ഡെക്കോറിന് പറ്റിയ തരത്തിലുള്ള നല്ല പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ അവരുടേതായ ഒരു കൾച്ചറായിട്ട് ബന്ധപ്പെട്ട പെയിൻറ്റിങ്സ് ആണ് കൂടുതലും. ഇത് കണ്ടിട്ട് എന്താ മനസ്സിലായതെന്ന് പറഞ്ഞേ. അവരുടെ രാജ്യം അതാണ് അർജുൻ മനസ്സിലായത് കേട്ടാ. പിന്നെ സണ്ണുണ്ട്. ഓക്കെ ഓക്കെ, സൺ ഞാൻ കണ്ടില്ല കേട്ടോ. ഹൗസിന്റെ മേലെ ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ ഇവിടെ കാണുന്ന പോലെയല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയല്ല, വേറൊരു രീതിയിലാണ് വീട് ഉണ്ടാക്കിയുള്ളതാണ് അർജുൻ പറയുന്നത്. അപ്പൊ അർജുൻ അത്യാവശ്യം ഒരു പിക്ചർ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ അറിയാട്ടാ. ഈ ഇങ്ങനെ ചെയ്യണതിന്റെ ഉദ്ദേശം അർജുൻ ഉദ്ദേശിച്ചത് ഇവിടെ കൊറേ ഈ കടാര പോലത്തെ സംഭവങ്ങളും അതിന്റെ ഒക്കെ പീസസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അർജുൻ ഇങ്ങനെ അല്ലേ വെട്ടുന്ന പോലെ എന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ 10 ദിർഹം. All 10 dirham. ഇതും 10 ദിർഹം. One kg 30 ദിർഹം. നമ്മള് ½ kg വാങ്ങി. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാലോ. ഇതൊക്കെ മസാലകളുടെ ഷോപ്പാണ് കേട്ടോ. വെറൈറ്റി ടൈപ്സ് മസാലകളുണ്ട്, അതുപോലെ നട്ട്സ് ഉണ്ട്, അതിന്റെ ഷോപ്പാണ്. അപ്പൊ നമ്മളിതേ നമ്മുടെ താങ്ക് യു. പിന്നെന്താ മേടിച്ച നമ്മളമ്മ കുന്തിരിക്കല്ലേ. ഏറ്റവും കൂടുതലുള്ളത് ഹണിയുടെ ഷോപ്പുകളാണ് കേട്ടോ. വെറൈറ്റി ഹണികളുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞങ്ങൾ അത്യാവശ്യം കുറേ ഹണിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒറിജിനൽ ഹണിയാണ്, അപ്പോൾ റേറ്റും കുറച്ച് കൂടുതലാണ്. പിന്നെ ഒറിജിനൽ ആയതുകൊണ്ട് റേറ്റ് നമുക്ക് അധികം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാനുള്ളത് അവരുടെ ട്രഡീഷണലായിട്ട് അവരുടെ ആൻറ്റി കളക്ഷൻസിൻ്റെ കുറേ പീസസ് ഉണ്ട്, കുറേ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ പെയിൻറ്റിങ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മെയിനായിട്ടും സിൽവർ ജ്വല്ലറിയുടെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഉണ്ട്. അതിൽ മെയിനായിട്ടും നല്ല ചെയിൻസ്, അതുപോലെ തന്നെ റിങ്സ്. ഇപ്പം ഞാനും അർജുനും റിങ് വാങ്ങിയിട്ടില്ല. അർജുന് ഇഷ്ടമായില്ലേ? അർജുന് ഇഷ്ടമായിട്ടാ റിങ്സ്. അതുപോലെ തന്നെ നല്ല വലിയ മാലകളും പിന്നെ വളകളായാലും പിന്നെ അരപ്പട്ട അങ്ങനത്തെ ഒക്കെ നല്ല ഭംഗിയുള്ള ആൻറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ലോങ് ചെയിൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചോക്കർ പോലത്തെ നെക്ക് പീസസ് ഉണ്ട്. പവനിയലിനൊക്കെ കാണുന്ന പോലെ പെർഫ്യൂംസിൻ്റെ ഷോപ്പുകളൊക്കെ ഇവിടെ കുറവാണ്, ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ ഇവിടെ കുറവാണ്. പിന്നെ ഉള്ളത് മസാലകളുടെ ഷോപ്പുകൾ ഒരു 2-3 ഷോപ്പുകളുണ്ട്. കുറേ വെറൈറ്റി മസാലകളുണ്ട്. നട്ട്സിൻ്റെ ഷോപ്പുണ്ട്, അതൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മുടെ അപ്പുറത്തെ സൈഡായിട്ട് നല്ലൊരു അടിപൊളി സ്റ്റേജുണ്ട്. പ്രോഗ്രാംസ് ഒന്നും ഇപ്പം നടക്കുന്നില്ല, അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സ്റ്റാർട്ടാക്കും തോന്നുന്നു. പറഞ്ഞ പോലെ ടൈം നമുക്കറിയില്ലല്ലോ. അപ്പം എല്ലാ പവലിയനിലും പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ ബഹ്റൈൻ കുവൈറ്റ് പവലിയൻ പോയപ്പോൾ അവിടെയും പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കവർ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഈ യമൻ പവലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാണാൻ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ബഹ്റൈൻ കുവൈറ്റ് പവലിയനേക്കാളും കൂടുതൽ കാഴ്ചകൾ നമുക്ക് യമൻ പവലിയനിലുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്റ്റേജ് ഷോ ഉണ്ടെങ്കിൽ അതും കൂടി കാണാം. അപ്പോൾ നമ്മൾ സ്റ്റേജ് ഷോ ഒന്നും കാണാൻ നിന്നില്ല, കാരണം അത് കുറച്ചും കൂടി ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേഗം തന്നെ ഇറങ്ങി. അപ്പോൾ എല്ലാവരും ഗ്ലോബൽ വില്ലേജ് വരുമ്പോൾ യമൻ പവലിയനിൽ എന്തായാലും വരാം. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ഗുണം ഉള്ള തേൻ വാങ്ങാം. നമ്മുടെ ശരീരത്തിന് നല്ല ഔഷധ ഗുണം അതുപോലെ തന്നെ നല്ല പോഷകം കിട്ടാനായിട്ട് നല്ലതാണ് ഇവരുടെ തേൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റേതായ വാല്യൂ ഉണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇനി ഗ്ലോബൽ വില്ലേജിൽ അടുത്ത പവലിയൻ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.